സാർ ഇവരുടെ ഒരു കാസറ്റ് ചെയ്തിട്ടാണ് തുടക്കം എന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടും വായിച്ചിട്ടും കൊണ്ട് ആ കാസറ്റ് ഞാൻ കണ്ടിട്ടും ഉള്ളതാണ്. അത് ഇവർ പഠിക്കുന്ന സമയത്ത് അവരുടെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നോ അതോ അല്ലാതെ സംവിധായകനായിട്ട് പോയതാണോ ആ കൂട്ടത്തിൽ? ദിലീപ് കമൽ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വന്നതിന് ശേഷം സാധാരണ കമൽ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടൊരു പടം കഴിഞ്ഞാൽ പിന്നെ ഒറ്റപ്പാലത്ത് പോയി ചെറിയത്തിരിപ്പായിരുന്നു. അപ്പോൾ ദിലീപ് വന്ന് ദിലീപായിട്ടൊരു സൗഹൃദം ഉണ്ടായതിനു ശേഷം ദിലീപാണ് എന്നെ എറണാകുളത്തേക്ക് ആദ്യമായിട്ട് വിളിക്കുന്നത്. അന്ന് ഇവരുടെ ഒരു മിമിക്രി വീഡിയോ കാസറ്റ് ചെയ്യാൻ വീഡിയോ കാസറ്റുകളുടെ ഒക്കെ ഒരു തുടക്കകാലമാണ്. അന്ന് KS പ്രസാദും ഒക്കെയാണ് കാസറ്റ് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് ദിലീപ് ലാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാസറ്റ് സംവിധാനം ചെയ്തത്. സിദ്ദിഖ് ലാൽമാര് വലിയ സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ തുടങ്ങുന്നത്. ചാന്തുപൊട്ട് എന്ന് പറയുന്ന ഒരു സിനിമ, അതിൻ്റെ റൈറ്റ്സ് എല്ലാ ഭാഷയിലെയും ആളുകൾ മേടിച്ചിട്ടും ഇന്നും വേറൊരു ഭാഷയിലും അത് സിനിമയായിട്ടില്ല. ആ സമയത്ത് ഏറ്റവും മെയിൻ സ്ട്രീം നിൽക്കുന്ന ഒരു കത്തി നിൽക്കുന്ന ഹീറോയെ അങ്ങനൊരു കഥാപാത്രമായി അവതരിപ്പിക്കുക എന്നുള്ള ഒരു അന്നത്തെ കാലത്ത് ഒരു റിസ്ക് എടുക്കാം എന്നുള്ള തീരുമാനം ഒന്നിച്ചെടുത്തതാണോ, സാർ എടുത്തതാണോ, ദിലീപേട്ടൻ പിന്തുണച്ചതാണോ? അത് ആ തീരുമാനം ആദ്യം എടുത്തത് നാദിർഷയാണ്. സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ട് കഥകളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ടും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യണ സമയത്ത് ഒരിക്കലും നാദിർഷ എന്നോട് പറഞ്ഞു, ബെന്നി പി നായരമ്പലത്തിൻ്റെ ഒരു നാടകമുണ്ട്, അറബിക്കടലും അത്ഭുത വിളക്കും. അത് ഉഗ്രൻ ക്യാരക്ടറാണ്, രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അത് ആ നാടകത്തിൽ ബെന്നി പി നായരമ്പലം തന്നെയാണ് അഭിനയിച്ചത്. അത് നമ്മുടെ ദിലീപിനെ വെച്ചിട്ട് സിനിമയാക്കാൻ പറ്റും, ഭയങ്കര രസമായിരിക്കും, ദിലീപ് നന്നായി ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ആ നാടകം കണ്ടിട്ടില്ല, ഞാൻ ഇന്നും ആ നാടകം കണ്ടിട്ടില്ല. നാദിർഷയാണ് ആ നാടകത്തിൻ്റെ കഥ എന്നോട് പറയുന്നത്, ആ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഞാൻ ബെന്നി ആ സമയത്ത് കമൽ സാറിന് വേണ്ടിയിട്ടൊരു സിനിമ എഴുതാൻ വേണ്ടിയിട്ട് കൊടുങ്ങല്ലൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെന്നി എന്നെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ബെന്നി ഞാനിപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്, പക്ഷേ ഞാനൊരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുള്ള പ്രൊഡ്യൂസറും പ്രൊഡക്ഷനും ഒക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ അറബിക്കടലും അത്ഭുത വിളക്കും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നാദിർഷ പറഞ്ഞിട്ട് എനിക്ക് ആ കഥ അറിയാം, പക്ഷെ അത് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത് ദിലീപിനെ വെച്ചിട്ടാണ്. അപ്പോൾ ദിലീപ് എന്നൊരു സ്മോൾ ടൈം ആക്ടറാണ്, ചെറിയ പടങ്ങൾ, ചെറിയ ബജറ്റുള്ള സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഞാൻ ഡയറക്ടർ ആവുകയും ദിലീപ് ഒരു നല്ല വാല്യൂ ദിലീപിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ ആ കഥ വേറെ ആർക്കും കൊടുക്കരുതെന്ന് ബെന്നി എടുത്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ബെന്നി അത് കേൾക്കേണ്ട യാതൊരു ബന്ധവും ഞാനും ബെന്നിയായിട്ടില്ല. ബെന്നിയെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ബെന്നി 8 വർഷം ആ കഥ മറ്റു പലരും ചോദിച്ചിട്ടും കൊടുക്കാതെ എനിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചു. 8 വർഷങ്ങൾക്ക് ശേഷമാണ് ചാന്തുപൊട്ട് എന്ന് പറഞ്ഞിട്ട് ആ സിനിമ. അപ്പം അത് ഇതുവരെ എവിടെയും പറയാനൊരു അവസരം കിട്ടാതിരുന്നൊരു കാര്യമാണ്. നാദിർഷയാണ് അതിൻ്റെ ആള്.